ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് പറഞ്ഞാൽ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ഓപ്പണായിട്ട് അഴിച്ച് വാഷ് ചെയ്യണം, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല സൗണ്ട് വ്യത്യാസമുണ്ട്. മൺഗാർഡിൻ്റെ കംപ്ലയിൻറ്റ്, അതേപോലെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് പോയി കിടന്നിട്ട് കോൺസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകൾ ഫ്രണ്ട് ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ശേഷം വണ്ടി ഇപ്പോൾ ഓടിച്ച് നോക്കിയപ്പോൾ ഓൾറെഡി നമ്മൾ ആ കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. അതിന് ശേഷം നമ്മൾ ജനറൽ സർവീസിനായിട്ട് വണ്ടി കയറ്റി അഴിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം കൂടി ചെക്ക് ചെയ്ത് വരികയാണെങ്കിൽ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യമുണ്ട്, നല്ല ടയറിന് ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ആയാലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. വലിയ പൊടിയൊന്നുമില്ല, അത് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകുന്ന എയർ അടിച്ച് ക്ലീൻ ആക്കിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നല്ലതാണ്, പുതിയതാണ്. അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ നിലവിൽ ബെൽറ്റ് മാറ്റേണ്ട ഒരു ടൈമാണ്. കമ്പനി ബെൽറ്റാണ് നമുക്ക് കിടക്കുന്നത്, പക്ഷേ അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി പൊട്ടിയേക്കണത് കൊണ്ട് നമുക്കത് മാറ്റിയിടണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഈ സൈഡ് ഫുഡ് റെസ്റ്റ് ഇവിടെയൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലത്തെ. അപ്പോൾ അത് വേണമെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടാം. പിന്നെ നമുക്ക് ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് നല്ല അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ ഫ്രണ്ട് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഫ്രണ്ട് ചെക്കപ്പിനായിട്ട് ആ ഫസ്റ്റ് അഴിച്ചേക്കാണ്. അപ്പോൾ ആ വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് വീലും കൂടി അഴിക്കും. അതിൻ്റെ ബ്രേക്ക് ക്യാം കാര്യങ്ങളൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യും, ലൈൻഡറൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ. അപ്പോൾ നിലവിൽ അത്യാവശ്യം ലൈൻഡറൊക്കെ നല്ല ലൈൻഡറാണ്. ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അത് അഴിക്കാത്തതിൻ്റെ കേസ്. തന്നെയല്ല ഫ്രണ്ട് വീൽ അഴിച്ചേക്കണതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഭാഗം ചെയ്യുള്ളൂ. പിന്നെ ഫ്രണ്ട് എഞ്ചിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഹെഡ് കവറിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ നോക്കി നല്ല കേബിളുകളാണ്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും നിലവിലില്ല. അതായത് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, മിസ്സിങ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ വരുന്ന ഒരു ഒട്ടുമിക്ക വണ്ടികളിലും ഈ കംപ്ലയിൻറ്റുകളുണ്ട്. അതായത് ഓവർഫ്ലോ ആണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം. കാരണം E20 പെട്രോളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന കംപ്ലയിൻ്റാണ് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്. അപ്പം നിലവിൽ നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇല്ലാതെ കൊണ്ട് നമ്മൾ കാർബറേറ്റർ ഒന്ന് ചാടി കയറി അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട. കാരണം പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻസുകളോ എയർ ഫിൽറ്ററൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. തന്നെയല്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മളിപ്പോൾ അത് ചെയ്യണമെങ്കിൽ പോലും അഡീഷണൽ പേയ്മെൻറ്റാണ് നമുക്ക് വരാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് തൊടാതിരിക്കണം നല്ലത്. പിന്നെ നമ്മൾ വാട്ടർ സർവീസ് ഓപ്പണായിട്ട് കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ബോഡി അഴിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. കാരണം ബോഡി കയറിനേക്കാളും ഇപ്പോൾ ഫുള്ളായിട്ട് ഓപ്പണായിട്ട് കഴുകി എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ വാഷിങ് മെയിനായിട്ട് ചെയ്യുന്നത്. എൻ്റെ മെയിൻ റീസൺ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല ശബ്ദ വ്യത്യാസമാണ്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ ഓൾറെഡി പോയി കിടക്കുക. ഗ്രീൻ ബുഷൊക്കെയാണ് ഈ അവസ്ഥ, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ലിങ്ക് ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. ലിങ്ക് ബുഷിൻ്റെ കോളർ മാത്രം മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡിയാക്കും, പക്ഷേ ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്തിടണം. പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് മൺകാട് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് നമുക്കൊരു ബോൾട്ടൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ബലപ്പെടുത്തണം. കാരണം അതിൻ്റെ സെൻറ്റർ ഭാഗത്തും ചെറിയൊരു വെൽഡിങ്ങിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് കോൺസെപ്റ്റ്, അതായത് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ആ ഭാഗത്തൊരു ബെയറിങ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിംഗ് ആണ്, കോൺസെപ്റ്റ് എന്ന് പറയും. അത് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു പരിധി കൂടുതൽ ഫ്രണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ അടി ഉള്ളത് കൊണ്ട് ടൈറ്റ് ചെയ്യാൻ നോക്കിയാൽ ഹാൻഡിൽ ബലപ്പെടും, നമുക്ക് വണ്ടി പാളൽ വെട്ടൽ കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും. ഒന്നോലെ അത് ആ രീതിയിൽ തന്നെ നിലനിർത്താം, അതല്ലെങ്കിൽ അഴിച്ച് കോൺസെപ്റ്റ് മാറ്റിയിടാം. ഞാൻ എസ്റ്റിമേറ്റിൽ ഇടുമ്പോൾ അതിനകത്ത് കോൺസെപ്റ്റ് മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടണേ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അപ്രൂവൽ തന്നാൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ. ഓൾറെഡി അങ്ങനെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ബുഷ് സെറ്റുകൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് കിടന്ന് ഓടുമ്പോൾ പറ്റണ ഫസ്റ്റ് മെയിൻ വേറെ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും കംപ്ലയിൻറ്റ് വരും. ഓൾറെഡി ആ ബെയറിങ്ങിന് ചെറിയ പ്ലേ ആണ് തുടങ്ങിയേക്കണേ. അപ്പോൾ കയ്യോടെ കൂട്ടത്തിക്കടെ അതുകൂടി മാറ്റി റീസെറ്റ് ചെയ്യാം. സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ നോക്കുമ്പോൾ കേബിൾ പൊട്ടിയാകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ മീറ്ററിൻ്റെ കണ്ടീഷൻ നോക്കണം. അതായത് മീറ്റർ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, വർക്കിംഗ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ കേബിളും ക്രൗണും പിന്നീനും മാറ്റി കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ വർക്കിംഗ് ആക്കി ഇടണമായിരിക്കും നല്ലത്. അത് പറയാൻ കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ്, ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് വർക്കിംഗ് ആക്കി ഇടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാനത് മീറ്ററിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിത് മിരിക്കണ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2021 മോഡൽ ബാറ്ററിയാണ് വണ്ടി മിരിക്കണം. ഏകദേശം 5 വർഷം പഴക്കമുള്ള ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.67 വരെ വരുന്നുണ്ട്. അപ്പോൾ 8.5 വോൾട്ടിൽ താഴേക്ക് വന്നാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആവും. ആ സെൽഫ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കും.
അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ബോർഡർ ലൈനിലേക്ക് എത്തിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്, ബാറ്ററിയുടെ പ്രോബ്ലം കൊണ്ട് വന്നേക്കാം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ചെറുതായിട്ട് കാർബൺ കണ്ടൻറ്റ് കൂടുതൽ കാണുന്നുണ്ട് ഹെഡിനകത്ത്. തൽക്കാലം നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ക്ലീൻ ചെയ്യാനുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ അടക്കം മാറ്റിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എഞ്ചിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഈ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്ന ലിങ്കിൻ്റെ ഉള്ളിൽ വരുന്ന കോളർ ബുഷ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീൻ ബുഷ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്, അതേപോലെ തന്നെ കോൺസെപ്റ്റും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിളും ക്രൗണും പിന്നീനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മെക്കാനിസം നോക്കിയിട്ട് വർക്കിംഗ് ആണെങ്കിൽ മാത്രം നമ്മളത് എടുത്താൽ മതി. അത് ആ രീതിയിൽ വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ള ധാരണയിലാണ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയാണ്. പറ്റില്ല, മീറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ആണെങ്കിൽ നമ്മൾ അതിന് നിൽക്കേണ്ട, അത് മാറ്റിക്കളയാം, അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഫ്രണ്ട് മൺകാടൊക്കെ ഒന്ന് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ക്ലച്ചിൽ വരുന്ന ആ ബെൽറ്റാണ് പൊട്ടി മാറ്റേണ്ട ഒരു ടൈം ആയിരുന്നു. അപ്പോൾ അത്ര ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത്. പിന്നെ സർവീസ്, പിന്നെ അതിൻ്റെ കൂട്ടത്തേക്ക് ഓപ്പൺ വാഷിങ്, അത് അത്ര ഭാഗമാണ് നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.